നമുക്കിന്ന് 7th സ്റ്റാൻഡേർഡ് ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. എൻവയോൺമെൻറ്റ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഫസ്റ്റ് ജോഗ്രഫി മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്റ്റോറി വെച്ചിട്ടായിരിക്കും എല്ലാ വർഷവും. 8th സ്റ്റാൻഡേർഡിലും അങ്ങനെയാണ്, 7th സ്റ്റാൻഡേർഡിലും അങ്ങനെയാണ്. അപ്പോൾ അതേപോലെ ഒരു സ്റ്റോറിയാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോറി ഞാൻ വായിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് അതിൻ്റെ സമ്മറി പറഞ്ഞുതരാം. അപ്പോൾ കുറേ നാളത്തെ വെക്കേഷന് ശേഷം നമ്മുടെ രവി ആണെങ്കിൽ സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള പ്ലേ ഗ്രൗണ്ട് അത് എന്തോ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ആകെ മൊത്തം ഡഗപ്പ് ചെയ്തിങ്ങനെ ഇട്ടിരിക്കുന്നു. അതായത് എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അറിയാമല്ലോ ബിൽഡിംഗ് ഒക്കെ പണിയുന്നതിന് മുന്നേ എങ്ങനെയാണെന്ന്. അപ്പോൾ അതേപോലെ അവരെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രവിക്ക് ആകെ മൊത്തം വിഷമമായി അല്ലേ, നമുക്കാണെങ്കിലും വിഷമമാകത്തില്ലേ, നമുക്ക് ആകെപ്പാടെ കളിക്കാനുള്ള ഒരു പ്ലേ ഗ്രൗണ്ടാണ്. അതൊക്കെ കൂടെ അവരെടുത്തുകൊണ്ട് പോയി ബിൽഡിങ് പണിയാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ രവിക്കും ആകെ മൊത്തത്തിൽ വിഷമമായി. അപ്പോൾ ഇവിടെ രവി ആലോചിക്കുന്ന ആരും പറയുന്നുണ്ട്, നല്ല പുല്ലുണ്ടായിരുന്നു, അവിടെ മാരിഗോൾഡ്സ് ഉണ്ടായിരുന്നു, ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു, അതെല്ലാം പോയി, ഇനിയിപ്പോൾ അതൊന്നും കാണാനായിട്ട് പറ്റത്തില്ലല്ലോ എന്ന് രവി ഇങ്ങനെ വിഷമിക്കുന്ന കാര്യവും കൂടെ ഇവിടെ ഈ ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട്. രവി ഇത് പോയിട്ട് ക്ലാസ്മേറ്റ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിടാ, നീ അറിഞ്ഞോ ആ സ്ഥലം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ആ ഒരു രീതിയിൽ രവി പോയി ക്ലാസ്മേറ്റ്സിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. പിന്നെ അവരുടെ സ്കൂൾ അസംബ്ലിയുടെ ടൈമിൽ പ്രിൻസിപ്പൽ ആണെങ്കിലും പറയുന്നുണ്ട്, നോക്കൂ നമ്മുടെ എൻവയോൺമെൻറ്റ് എത്ര പെട്ടെന്നാണ് ചേഞ്ച് ആവുന്നത്. അപ്പോഴാണ് ആദ്യമായിട്ട് ഈ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന വാക്ക് കേട്ടത്. അപ്പോൾ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി, അതായത് നമ്മുടെ ചുറ്റുമുള്ളതിനെയാണ് നമ്മൾ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ രവിക്കാണെങ്കിൽ എൻവയോൺമെൻറ്റ് എന്നുള്ള ആ ഒരു വേർഡ് കേട്ടിട്ട് എന്താ അത് സംഭവം എന്ന് മനസ്സിലാവുന്നുമില്ല, എന്നാൽ അത് എന്താണെന്ന് അറിയാൻ വേണം. അപ്പം നമ്മുടെ രവി എന്ത് ചെയ്തു, നിങ്ങൾക്കാണ് ഒരു കാര്യം അറിയത്തില്ല, നിങ്ങൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ വീട്ടിലുള്ള ആരോടെങ്കിലും ചോദിക്കും, സ്കൂളിൽ വെച്ചാണെങ്കിലോ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിക്കും. നമ്മുടെ രവി അത് തന്നെയാണ് ചെയ്തത്. അവൻ ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കുക, ടീച്ചർ എന്താണ് ഈ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചർ പറയുകയാണ്, നമുക്ക് ചുറ്റുമുള്ളത് എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ സറൗണ്ടിങ്ങിൽ എന്തൊക്കെയുണ്ടോ അതിനെയാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് അപ്പോൾ രവിയുടെ ഡൗട്ട്, അപ്പോൾ ഈ ടേബിള്, ചെയർ, അല്ലെ നമുക്ക് ചുറ്റും കാണുന്ന ബിൽഡിങ്സ്, ഇതെല്ലാം എൻവയോൺമെൻറ്റ് ആണോ എന്ന് ടീച്ചർ പറയുകയാണ്. അതെ, എല്ലാം എൻവയോൺമെൻറ്റ് ആണ്. അതായത് അവൻ്റെ ചുറ്റിനും ഇരിക്കുന്ന അവൻ്റെ ഫ്രണ്ട്സ് പോലും എൻവയോൺമെൻറ്റിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കിന് പിള്ളേർക്കൊരു ആക്ടിവിറ്റിയും കൂടെ ടീച്ചർ കൊടുക്കുന്നത് ഈ ഒരു സ്റ്റോറിക്കകത്ത് പറയുന്നുണ്ട്. അതായത് എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് റൂമിൽ കാണാൻ പറ്റുന്നത്, അതിലേതൊക്കെയാണ് നാച്ചുറലായിട്ട് ഉണ്ടായിരിക്കുന്നത്, അതേപോലെ തന്നെ ഏതൊക്കെയാണ് ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള തിങ്സ്. അങ്ങനെ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ എൻവയോൺമെൻറ്റിലുള്ള സാധനങ്ങളെ, അല്ലെങ്കിൽ ആ ക്ലാസ് റൂമിൽ കാണുന്ന സാധനങ്ങളെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് ടീച്ചർ ഒരു ആക്ടിവിറ്റിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമുക്കാണെങ്കിലും ഒരു ആക്ടിവിറ്റി ഒക്കെ തന്നാൽ ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടമല്ലേ. അപ്പോൾ ഇവിടെ ഈ കുട്ടികളാണെങ്കിലും നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് അവർ ഈ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ ആക്ടിവിറ്റി ഒക്കെ ചെയ്തതിന് ശേഷം വേറൊരു ചോദ്യം വരികയാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന്. അതിൻ്റെ റീസൺ ഒന്നേ ഉള്ളൂ, നമ്മുടെ ആവശ്യങ്ങൾ കൂടുകയാണ്. അതായത് ഓരോരുത്തർക്ക് ഇപ്പം ഒരു വീട്ടിൽ തന്നെ 2 മക്കളുണ്ടെന്ന് വിചാരിക്കുക, അവർക്ക് 2 പേർക്കും വീട് വേണം അല്ലേ. 2 പേരും വീട് വെക്കാനായിട്ട് അടുത്ത ദിവസം ഏതെങ്കിലും ഒരു ലാൻഡ് സ്വന്തമാക്കുന്ന ആ ലാൻഡിൽ ബിൽഡിങ്സ് പണിയുന്നു ഇല്ലേ. അപ്പോൾ അവരുടെ നീഡ് അവിടെ കൂടി വന്നില്ലേ. അതേപോലെ എല്ലാ കാര്യത്തിനോടും ഹ്യൂമൻ ബീയിങ്സിന് ഒരു ഇൻക്രീസ്ഡ് നീഡ്, അല്ലെങ്കിൽ നീഡ് കൂടിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ എൻവയോൺമെൻറ്റിൻ്റെ ചേഞ്ചിൻ്റെ കാരണം. അപ്പോൾ ഇത് ഇത്രയായിരുന്നു സ്റ്റോറി നിങ്ങൾ നല്ലപോലെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് എൻവയോൺമെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമേ ഈ സ്റ്റോറിക്കകത്ത് പറയുന്നുള്ളൂ. ഇവിടെ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ കമ്പോണൻസ് ഓഫ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അതായത് നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ വരുന്നത് എയർ, വാട്ടർ, ലാൻഡ്, ലിവിങ് തിങ്സ്, ഇത് ഇത്രയും കൂടാണ് നാച്ചുറൽ എൻവയോൺമെൻറ്റിൻ്റെ പാർട്സ് ആയിട്ട് വരുന്നത്.
ഇനി ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെൻറ്റിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർ നിർമ്മിക്കുന്ന വസ്തുക്കളില്ലേ, അതിനെയാണ് ഈ ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ബിൽഡിങ്സ്, പാർക്സ്, ബ്രിഡ്ജസ്, റോഡ്സ്, മോണുമെൻറ്റ്സ്, ഇൻഡസ്ട്രീസ്, ഇതെല്ലാം ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെൻറ്റ് ആണ്. ഇനി അടുത്ത ഹ്യൂമൻ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ, ഫാമിലി, കമ്മ്യൂണിറ്റി, റിലീജിയൻ, എഡ്യൂക്കേഷണൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. അതായത് നമ്മൾ മനുഷ്യർ തന്നെയാണ് ഹ്യൂമൻ എൻവയോൺമെൻറ്റിൽ വരുന്നത്. ഹ്യൂമൻ മെയ്ഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നിർമ്മിക്കുന്ന ഓരോരോ വസ്തുക്കൾ. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് നമ്മുടെ എൻവയോൺമെൻറ്റിൽ കാണപ്പെടുന്ന ഈ മഴയും എയറും ജീവജാലങ്ങളും ലാൻഡും ഒക്കെ നാച്ചുറൽ എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതാണ് കമ്പോണൻസ് ഓഫ് എൻവയോൺമെൻറ്റ്. ഇത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരും. ഞാൻ ഓൾറെഡി ട്യൂഷൻ ക്ലാസ്സിൽ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് എൻവയോൺമെൻറ്റ് എന്നുള്ളത്. ജസ്റ്റ് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. From the above conversation, you understand that the place, people, things and nature that surround any living organism is called environment. നമുക്ക് ചുറ്റും കാണുന്ന സ്ഥലങ്ങൾ, ആളുകൾ, സാധനങ്ങൾ, നേച്ചർ എല്ലാം കൂടെ ചേരുന്നതാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചുറ്റിനും എന്തൊക്കെയുണ്ട്, നമ്മുടെ സറൗണ്ടിങ്സിൽ എന്തൊക്കെയുണ്ട്, അതാണ് എൻവയോൺമെൻറ്റ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ മെയ്ഡ് ഫിനോമിനൻ. അതായത് നാച്ചുറലായിട്ട് ഡെവലപ്പായി വന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മനുഷ്യന്മാർ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരുപാട് കാര്യങ്ങൾ കൂടി ഈ എൻവയോൺമെൻറ്റിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനി അവിടെ ബയോട്ടിക് എന്താണ്, അബയോട്ടിക് എന്നാണ് കൊടുത്തിട്ടുണ്ട്. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ദ വേൾഡ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്, അതായത് ജീവനുള്ള എല്ലാ വസ്തുക്കളെയും പറയുന്നത് ബയോട്ടിക് എൻവയോൺമെൻറ്റ് എന്നാണ്. അതായത് പ്ലാന്റ്സും ആനിമൽസും ഒക്കെ. ഇനി അബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ, ദ വേൾഡ് ഓഫ് നോൺ ലിവിങ് എലമെന്റ്സ്, ജീവനില്ലാത്ത വസ്തുക്കളെ പറയുന്നതാണ് അബയോട്ടിക് എന്ന്. ലാൻഡ് ഉണ്ട്, റോക്ക്, വാട്ടർ, ഇതെല്ലാം അബയോട്ടിക്കിനകത്ത് വരുന്നതാണ്. അപ്പം ഈ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ബയോട്ടിക് എന്നും അബയോട്ടിക് എന്നും. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ, അബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കൾ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഡിഫറൻസ്. അപ്പം നമ്മുടെ നാച്ചുറൽ അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്പൈൻ ചെയ്ത് വരുന്നതാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. While the natural environment refers to both biotic and abiotic conditions existing on the earth, human environment reveals the activities, creations and interactions among human beings. അപ്പം നമ്മുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും ഒക്കെ കൂടെ ഒരുമിച്ച് യോജിച്ച് പോകുന്ന ഒന്നാണ്. നാച്ചുറലായിട്ട് കാണപ്പെടുന്ന എല്ലാ സംഭവങ്ങളും ഒരുമിച്ച് പോകുന്നതിനെയാണ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആൾക്കാരുടെ സ്കിൽസും ഐഡിയാസും ഒക്കെ വെച്ചിട്ട് അവർ ഓരോരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഓരോരോ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ അവർ മറ്റു ഹ്യൂമൻ ബീയിങ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഓരോരോ സംഭവങ്ങൾ, ഇതാണ് ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെൻറ്റിനകത്ത് വരുന്നത്. അപ്പോൾ നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ആണ്. അതായത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള വസ്തുക്കൾ നാച്ചുറലായിട്ട് നമ്മുടെ എൻവയോൺമെൻറ്റിൽ കാണപ്പെടുന്നത്. ഇനി ഹ്യൂമൻ മെയ്ഡ് അല്ലെങ്കിൽ ഹ്യൂമൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഹ്യൂമൻ തന്നെയാണ്. ഹ്യൂമൻ മെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹ്യൂമൻസിൻ്റെ ഐഡിയാസും സ്കിൽസും വെച്ചിട്ട് അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന തിങ്സ്, അതാണ് ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെൻറ്റിനകത്തും വരുന്നത്. അടുത്തത് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ലാൻഡ്, വാട്ടർ, എയർ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് കംപ്രൈസ് ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ്. അപ്പം നമുക്ക് ചുറ്റും കാണുന്ന ഈ ലാൻഡ്, വാട്ടർ, എയർ, ലിവിങ് ബീങ്സ്, ഇതെല്ലാം കൂടെ ചേരുന്നതിനെയാണ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. യു ആർ ഫെമിലിയർ വിത്ത് ദ മീനിങ് ഓഫ് ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ ആൻഡ് ബയോസ്ഫിയർ ഫ്രം യുവർ പ്രീവിയസ് ക്ലാസ്. ലെറ്റ് us learn some more facts about these domains. അപ്പം മേജർ ഡൊമൈൻസ് ഓഫ് എർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ബയോസ്ഫിയറിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇനി ഈ സെക്ഷനകത്ത് പഠിക്കാൻ പോകുന്നത്. ലിത്തോസ്ഫിയർ ഈസ് എ സോളിഡ് ക്രസ്റ്റ് ഓർ ദ ഹാർഡ് ടോപ്പ് ലെയർ ഓഫ് ദ എർത്ത്. അപ്പോൾ എർത്തിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ആ സോളിഡ് ആയിട്ടുള്ള പോർഷനെ പറയുന്ന പേരാണ് ലിത്തോസ്ഫിയർ എന്ന്. അതായത് എർത്തിൻ്റെ ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള പോർഷൻ, നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതിനെയാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ലാൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ലാൻഡാണ്, അതായത് എർത്തിൻ്റെ ഏറ്റവും പുറമേ കാണുന്ന നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് അതിനെയാണ്
ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റോക്സ് ആൻഡ് മിനറൽസ് ആൻഡ് കവേർഡ് ബൈ എ തിൻ ലെയർ ഓഫ് സോയിൽ. അപ്പോൾ അത് റോക്കുകൾ കൊണ്ടും മിനറൽസ് കൊണ്ടും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ലെയേഴ്സ് ഓഫ് സോയിൽ അവിടെ കാണാനായിട്ട് സാധിക്കും. It is an irregular surface with various landforms such as mountains, plateaus, plains, valleys, etc. അപ്പോൾ അതത്ര നിരപ്പായിട്ടുള്ള സ്ഥലമൊന്നുമല്ല, ഇറഗുലർ ആണ്. ചില സ്ഥലത്ത് മൗണ്ടെയിൻസ് ആണ്, ചില സ്ഥലത്ത് പ്ലെയിൻസ് ആണ്, ചിലയിടത്ത് പ്ലേറ്റൂസ് ആണ്. അപ്പോൾ അങ്ങനെ കയറി ഇറങ്ങി അതായത് ഇറഗുലർ ആയിട്ടുള്ള സർഫസസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. Landforms are found over the continents and also on the ocean floors. അതേപോലെ തന്നെ ലാൻഡ്ഫോംസ് ഈവൻ കോണ്ടിനെൻസിൽ, അതായത് ലാൻഡ് മാസിൻ്റെ അവിടെയും കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഓഷ്യാനിക് ഫ്ലോറിലും ഇത് കാണാനായിട്ട് സാധിക്കും. Lithosphere is the domain that provides us forests, grasslands for grazing, land for agriculture and human settlements. It is also a source of mineral wealth. അപ്പോൾ ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ലേ. ഫോറസ്റ്റ് ഉണ്ട്, ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടുന്ന ലാൻഡാണത്. അല്ലെങ്കിൽ നമ്മുടെ സെറ്റിൽമെൻറ്റ്സിന് വേണ്ടിയിട്ട് വീട് വെക്കാനായിട്ടോ എന്തെങ്കിലും ബിൽഡിങ്സ് ഒക്കെ പണിയാൻ വേണ്ടുന്ന ഒരു പ്ലേസ് ആണത്. പിന്നെ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നതും സെയിം ഇതേ ലാൻഡിൽ തന്നെയാണ്. അപ്പോൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ധാരാളം മിനറൽസും നമുക്ക് ഈ ലാൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഈ ലിത്തോസ്ഫിയറിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്.